ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജൂൺ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ജെമിനായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിലേക്ക് എന്താണ് മെസ്സേജ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്? നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 9 ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങളുടെ കറണ്ട് ജൂൺ എനർജി എന്താണ്? കറണ്ട് ജൂൺ എനർജിയിൽ 4 ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചറിൽ എംപറർ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജൂൺ മാസത്തിൻ്റെ എന്താണ്? ജൂൺ മാസത്തിൻ്റെ ചാലഞ്ച് ആണ് ലവേഴ്സ്. അത് ജെമിനായി എനർജി തന്നെയാണ്. നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? ടെമ്പറൻസ്, സാജിറ്റേറിയസ് എനർജി. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 5 ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 10 ഓഫ് സ്വോർഡ്സ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് 4 ഓഫ് കപ്സ്. അപ്പോൾ ജെമിനായി ഇവിടെ ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ് ഉണ്ടായിരിക്കണേ. നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഇത് റിലേഷൻഷിപ്പിലാവാം, ഇല്ലച്ചാ വേറെ ഏതെങ്കിലും കാര്യത്തിലാവാം. ഇത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. മേ ബി ഫ്രണ്ട്ഷിപ്പിലും ആവാം, മേ ബി ഫാമിലിയുടെ ഇടയ്ക്ക് പ്രോബ്ലംസ് ഇഷ്യൂസ് ഉണ്ടായിട്ട് അവിടെയും നിങ്ങൾക്ക് ഒരു ബിട്രിയൽ മാതിരി ഫീലിംഗ് ഉണ്ടാവും. കലീഗ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ കലീഗ് നിങ്ങളെ ശരിയായി ട്രീറ്റ് ചെയ്തിട്ടില്ല, ബിട്രേ ചെയ്തു, അങ്ങനത്തെ ഫീലിങ്സ് എല്ലാം പറഞ്ഞാൽ അങ്ങനത്തെ റിലേഷൻഷിപ്പും ആവാം. അപ്പോൾ ഇത് ജനറലി ഒരു നിങ്ങൾ കുറേ ബിട്രേഡ് ആയിട്ട് ഫീൽ ചെയ്യണ എനർജിയാണ്. അപ്പോൾ എന്തോ ഉണ്ടായിരിക്കണു നിങ്ങളുടെ പാസ്റ്റിൽ, ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫീലിംഗ്, ഇങ്ങനത്തെ ഒരു എനർജിയിൽ. പക്ഷെ ഈ എനർജി പാസ് ആവാൻ പോണു. ഇതൊരു പെർമനന്റ് എനർജി അല്ല. അതിന് നിങ്ങൾ ഡെഫിനറ്റ്ലി ഹീൽ ചെയ്യും. 9 ഓഫ് സ്വോർഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ ഈ എനർജിയാണ് നിങ്ങൾ വിട്ടിട്ട് മുമ്പോട്ട് ജൂണിൽ വന്നിരിക്കണേ. ഇത് നിങ്ങളുടെ പാസ്റ്റ് എനർജിയാണ്. ഇതൊരു കുറേ സ്ട്രെസ്സിൻ്റെ എനർജിയാണ്, കുറേ ആങ്സൈറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തോ പാസ്റ്റിൽ ഉണ്ടായിരിക്കണു. അത് കുറേ സ്ട്രെസ്ഫുൾ ആയിരുന്നു. നിങ്ങൾക്ക് ശരിക്കും ഉറക്കം കിട്ടുന്നുണ്ടായില്ല, രാത്രി ഉറക്കമില്ലാണ്ട് അങ്ങനത്തെ ഒരു സ്ട്രെസ്സായിട്ട് ഇരിക്കണ എനർജിയാണ്, കുറേ ആങ്സൈറ്റിയുടെ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ കുറേ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. കറണ്ട് എനർജി ജൂണ് നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആണ് ഫീൽ ചെയ്യണത്. എന്തോ ഉണ്ടായി, ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഹീലിംഗിലാണ് ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ പ്രയോറിറ്റി ആണ് നോക്കണത്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, അതിലാണ് നിങ്ങളുടെ കൂടുതൽ ഫോക്കസ് നിങ്ങൾ ചെയ്യണത്. ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. പക്ഷെ നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കണു. നിങ്ങളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണേ. അപ്പോൾ അതൊരു നല്ല എനർജിയാണ്. 4 സോർട്സ് നിങ്ങൾ ബെറ്ററായി ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ പ്രോസസ്സ് തുടങ്ങിയിരിക്കണം. ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ജൂൺ വിടുമ്പോഴേക്കും നിങ്ങൾ കുറച്ചുകൂടി കൺട്രോളിലുണ്ടാവും. ഇത് ഏരീസ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൺട്രോൾ ഫീൽ ആവും. ഒരു ഡിസിപ്ലിൻ വരും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ കാര്യങ്ങൾ ഒരു റൂട്ടീനായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇത് ഒരു പവർഫുൾ എനർജിയാണ് എംപറർ. എന്ന് വെച്ചാൽ എംപറർ ഒരു കുറേ ഫെയർ എനർജിയാണ്, ഫെയർ പേഴ്സൻ്റെ എനർജിയാണ്, ജസ്റ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ കുറേ ഒരു ബാലൻസ്ഡ് പെർസ്പെക്റ്റീവിൽ നിന്ന് ആ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാൻ തുടങ്ങും. അതല്ലച്ചാൽ ഇത് വേറെ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫാമിലിയിൽ, മേ ബി നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് സർക്കിളിലായിരിക്കാം. ഈ പേഴ്സൺ കുറേ മെച്ചോർഡാണ്, കുറേ ഒരു എക്സ്പീരിയൻസ്ഡ് ഉള്ള പേഴ്സൺ ആണ്. നിങ്ങൾ ഈ പേഴ്സണെ കുറേ അഡ്മയർ ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വരും.
അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ലവേഴ്സ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ലവ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഒരു ഇഷ്യൂ കാണുന്നത് ഞാൻ. ബ്ലോക്കേജ് എന്തുകൊണ്ട് ആൻഡ് മേ ബി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ഇത്രയും സ്ട്രെസ് ഔട്ട് ആവണേ. നിങ്ങളുടെ അഡ്വൈസ് ആണ് ടെമ്പറൻസ്. അപ്പോൾ ടെമ്പറൻസ് ഇവിടെ അഡ്വൈസ് എന്ന് വെച്ചാൽ അത് നിങ്ങൾ യൂണിവേഴ്സ് പറയണത് എന്ന് വെച്ചാൽ അഗൈൻ ഹീലിംഗ് എനർജീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഹീൽ ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ നോക്കുക, ഫ്ലോയിൽ പോകാൻ നോക്കുക, ടെമ്പർ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കൂടുതലായി പറഞ്ഞ ഒരു പേഴ്സണെ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണ്ടായിരുന്നു, ഓരൽസ് ഒരു സിറ്റുവേഷനിൽ കൂടുതൽ നിങ്ങൾ എഫേർട്ട് ഇടുണ്ടായിരുന്നു, പക്ഷെ ആ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് വരുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ സ്റ്റെപ്പ് ബാക്ക് എടുക്കുക എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് ഇല്ല. അപ്പോൾ ബാലൻസ് കൊണ്ടുവരാൻ മേ ബി നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് പിമ്പാത്ത് എടുക്കേണ്ടി വരും. ആൻഡ് ആ പേഴ്സൺ എന്തെങ്കിലും റെസിപ്രൊക്കേറ്റ് ചെയ്യണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫർദർ ആക്ഷൻ എടുക്കുക. അപ്പോൾ 5 സോർഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. ഇവിടെ ചില ജെലസ് എനർജീസ് ഞാൻ കാണുന്നുണ്ട്. മേ ബി ഇവരുടെ കാരണമായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇത്രയും ഇമ്പാക്റ്റ് ആയേ. ചില ആൾക്കാർ ഗോസിപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പോൾ അതുമുണ്ട്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കുക. 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഔട്ട്കം. 4 ഓഫ് കപ്സ് ഒരു ഡിസ്ഇൻട്രസ്റ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഓഫേഴ്സും വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതിന് നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങളുടെ പ്രയോറിറ്റി ഇപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് അല്ല, പുതിയ ഓഫർ അല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമായിട്ട് നോക്കിയിട്ടാണ് ഇരിക്കണത്. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അപ്പോൾ ഇതിനെ ഇഗ്നോർ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ 10 ഓഫ് സോർഡ്സ് എന്താണ് ഇവിടെ. 10 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഈ 10 ഓഫ് വാൻഡ്സ് ഒരു ബേർഡൻ്റെ എനർജിയാണ്. എന്തോ നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു ഡിഫിക്കൾട്ട് സമയമായിരുന്നു, അത് ഇപ്പോൾ കംപ്ലീറ്റ്ലി എൻഡ് ആയിരിക്കണു. എന്നുവെച്ചാൽ ഈ എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു ഇത് ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന്. ഇതൊരു സഡൻ കാര്യമല്ല ഉണ്ടായണേ. അപ്പോൾ ഇത് ഇപ്പോൾ ഫൈനലി തീരുന്നപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചൊരു റിലീഫായിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അറിയാം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്. നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നിരിക്കണു. അത് ഈ റിലേഷൻഷിപ്പ് ഓറൽസ് ഈ സിറ്റുവേഷൻ ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്തോ ഒരു ബേർഡൻ നിങ്ങൾ റിലീസ് ചെയ്തു, ഏതോ ഒരു പേഴ്സണെ നിങ്ങൾ റിലീസ് ചെയ്തു. അപ്പോൾ ഈ 9 ഓഫ് സോർഡ്സ് ഇവിടെ എന്താണ്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, വെർഗോ എനർജി. മേ ബി നിങ്ങളൊരു വെർഗോയുടെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക, ഓറൽസ് കാപ്രിക്കോൺ ടോറസും ആവാം. പക്ഷേ നിങ്ങളും ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സണെ കുറിച്ച് കുറേ സ്ട്രെസ് ഞാൻ കാണുന്നു. ചില കേസസിൽ ഇത് നിങ്ങളുടെ മദറും ആവാം. നിങ്ങളുടെയും നിങ്ങളുടെ മദറുടെ ഇടയ്ക്ക് റിലേഷൻഷിപ്പ് അങ്ങനെ കുറച്ചൊരു സ്ട്രെയിൻഡ് ആണ് വെച്ചാൽ അതും ഇവിടെ ഒരു ഫാക്ടർ ആയിരിക്കാം. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു ലവ് ഇൻട്രസ്റ്റ് ആവാം. ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇത് കുറേ ഒരു പാഷനറ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ അതിൽ കുറേ സ്ട്രെസ്സും ഉണ്ടായിരുന്നു, കുറേ ബാഗേജ് ഉണ്ടായിരുന്നു, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 സോർഡ്സ് കറണ്ട് എനർജി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ സ്ട്രോങ് ആയിട്ട് ഈ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ നോക്കണു, മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. ലിയോ എനർജിയാണ് സ്ട്രെങ്ത്. നിങ്ങളിപ്പോൾ മനസ്സിലായിരിക്കും, നിങ്ങൾക്ക് അതൊരു ഒരു റിയലൈസേഷൻ വന്നിരിക്കണു. അത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസ് ആണ് കൂടുതൽ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്, കുറേ സ്ട്രോങ് ബോൾഡായിട്ട് മുമ്പോട്ട് പോകാൻ നോക്കുന്നുണ്ട്, ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. എംപറർ എനർജി ഇവിടെ ആരാണ്? മൂൺ. അപ്പോൾ ഇമോഷണലി നിങ്ങൾ ഈ സമയത്ത് കുറച്ചൊരു ഡൗൺ ആവാം. പക്ഷേ ജൂൺ കഴിയുമ്പോഴേക്കും നിങ്ങൾ കുറച്ചുകൂടിയും നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് കൂടും, കുറച്ചുകൂടിയും നിങ്ങൾക്ക് ധൈര്യം വരും, കുറച്ചുകൂടിയും ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ആരോ തരാൻ വരും. ഇതൊരു ഞാൻ പറഞ്ഞ മാതിരി ഒരു എംപറർ ഏരീസ് എനർജി ആയിരിക്കാം. ഈ പേഴ്സൺ നിങ്ങളെ ഇമോഷണലി കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫാമിലി മെമ്പർ ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, കലീഗ് ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ എങ്ങനെയോ നിങ്ങളെ ഒരു സപ്പോർട്ട് മാതിരി ഈ പേഴ്സൺ ഉണ്ടാവും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ. അപ്പോൾ ഈ ലവേഴ്സ് എനർജിയുടെ ചാലഞ്ച് എന്താണ്? സൺ.
അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ചലഞ്ച് എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഞാൻ ഇവിടെ കാണുന്നത്. പക്ഷെ ഈ കണക്ഷനിൽ എന്തോ റിവീലായി. അപ്പോ അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ കാണുന്നത്. 4 of Wands. ആക്ച്വലി നിങ്ങളുടെ ചാലഞ്ച് കാർഡ്സ് ഒക്കെ നല്ല കാർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്തോ ആ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ചാലഞ്ചിങ് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഈ ടെമ്പറൻസ് എന്താണ്? 3 of Cups. യൂണിവേഴ്സ് നിങ്ങൾക്ക് അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ കുറച്ച് നിങ്ങൾക്കൊരു സ്റ്റെപ്പ് പിമ്പാത്ത് എടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ മേ ബി നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ട് ഈ പേഴ്സൺ റെസിപ്രോക്കേറ്റ് ചെയ്തില്ല, അതുകൊണ്ട് പറയുന്ന ഡിസപ്പോയിൻമെന്റ്സ് ആയിരിക്കാം. പക്ഷെ ഇവിടെ ഒരു ഹാപ്പി എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. എന്തോ നിങ്ങൾ വേഗം സെലിബ്രേറ്റ് ചെയ്യാൻ പോകണോ. ഇവിടെ ഹീലിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫീലിംഗ്, ഈ ഡിപ്രഷൻ, ഈ സാഡ്നെസ്, ഇതൊക്കെ ഒരു പെർമനന്റ് ഫീലിംഗ് അല്ല. ഇതിനെ നിങ്ങൾ വെരി സൂൺ പുറത്തു വരും. ആൻഡ് എന്തോ ഒരു റീസൺ നിങ്ങൾക്ക് കാരണം കിട്ടും സെലിബ്രേറ്റ് ചെയ്യാൻ. ഈ 5 of Swords ഇവിടെ എന്താണ്? 9 of Wands. അപ്പോൾ അഗൈൻ നിങ്ങളുടെ ചുറ്റുഭാഗത്തിലെ ആൾക്കാർ ഗോസിപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് എന്തോ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മേ ബി അതും ഒരു ടെൻഷൻ ആയിരിക്കാം. അത് വേറെ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് എന്താ പറയണേ, എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടാണോ പറയണേ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിയർ ഉണ്ടാവാം. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ അത് മൈൻഡ് ചെയ്യരുത്. അവരെന്താ പറയണ വെച്ചാൽ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യുക. 4 of Cups ഇവിടെ ഔട്ട്കം എന്താണ്? ഡെവൽ. അപ്പോൾ കുറച്ചൊരു സ്റ്റാഗ്നന്റ് എനർജിയിലേക്കാണ് നിങ്ങൾ പോണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേറെ ഒരു ഈ കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യണ എനർജിയാണ് 4 of Cups. എന്തോ ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ എനർജിന്ന് പുറത്തു വരാൻ നോക്കുക. എന്നുവെച്ചാൽ ഇതിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒബ്സസ് ചെയ്ത് ഇരുന്ന അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഹെൽത്തി അല്ല. നിങ്ങളുടെ എസ്പെഷ്യലി ഇമോഷണൽ മെന്റൽ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അതൊരു നല്ല കാര്യമല്ല. നിങ്ങളുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാൻ നോക്കുക ആൻഡ് ഈ സിറ്റുവേഷന് പുറത്തു വരാൻ നോക്കുക. എന്നുവെച്ചാൽ ഇത് കുറച്ചൊരു ടോക്സിക് സിറ്റുവേഷൻ ആയിപ്പോവും. നിങ്ങൾ ഇതിൽ കൂടുതൽ ഒബ്സെസീവായിട്ട് ഇതിനെ പറ്റി എന്നെ ആലോചിച്ചിരുന്ന അത് കുറച്ചൊരു ടോക്സിക് ആവും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറക്കിൾ മെസ്സേജ് ഇവിടെ? യു ആർ ഗുഡ് ഇനഫ്. ഫുൾ മൂൺ ഇൻ വർഗോ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് മെസ്സേജ് തരണത് എന്താ വെച്ചാൽ യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ ഇതൊരു അഫർമേഷൻ ആണ്, കൺഫർമേഷൻ ആണ്. അത് നിങ്ങളുടെ ഭാഗത്തിലല്ല പ്രോബ്ലം. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. യു ആർ ഗുഡ് ഇനഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ഞാൻ അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവരണം. ടിൽ ദെൻ ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.